ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതാ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിൽ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെയും രാഷ്ട്രപതി ഭവൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ. ഇതാണ് രാവിലത്തെ ഇവിടുത്തെ കാഴ്ച. ഇതിൻ്റെ ഈ സൈഡിൽ ആണ് രാഷ്ട്രപതി ഭവനുള്ളത്. അതിൻ്റെ നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങോട്ടാണ് ഇന്ത്യ ഗേറ്റ് ഉള്ളത്. പിന്നെ അവിടെ മൊത്തം ഇതുപോലുള്ള പാർക്കുകളാണ് കേട്ടോ ചുറ്റിലും. അപ്പം നമുക്ക് ഇന്ത്യ ഗേറ്റും രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റൊക്കെ ഒന്ന് കാണാം. പെട്ടെന്ന് വാ, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? കാണണ്ടേ ഇന്ത്യ ഗേറ്റും പാർലമെൻറ്റല്ലോ. ഇന്ത്യ ഗേറ്റ് ദൂരത്തിൽ കാണുന്നുണ്ട്. ഇതാണ്ട ഇന്ത്യ ഗേറ്റ്, ഇതാ ദൂരത്തിൽ. ഇതാ മഞ്ഞാണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല. നമ്മൾ ആദ്യം പോകുന്നത് രാഷ്ട്രപതി ഭവനും പാർലമെൻറ്റൊക്കെ കാണാനാണ് കേട്ടോ. ഇതാ ഇതിനകത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതായത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഇതാ ഇപ്പുറത്ത്, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിനകത്തോട്ടാണ് പോകേണ്ടത്. മഞ്ഞായോണ്ടൊന്നും കാണുന്നില്ല, നമുക്ക് അടുത്ത് പോയി കാണിച്ചാലേ. പാർലമെൻറ്റിലേക്കൊക്കെ പോകുന്ന രണ്ട് സൈഡിലും ഇതാ ഇതുപോലെ ഗാർഡനാണ്. ഇതാണ് അവിടുത്തെ റോഡ്. ഈ റോഡിന്റെ പ്രത്യേകത എന്താണ്? രാഷ്ട്രപതി ഭവനാണ്. ഇതിലൂടെയാണ്. അപ്പൊ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ രാഷ്ട്രപതി ഭവൻ എത്തും. 26 ജനുവരിക്ക് ഇതിലൂടെയാണ് ഫോഴ്സിന്റെ പരേഡ് ഉണ്ടാവുന്ന സ്ഥലം. ഈ റോഡിലല്ലേ? ഈ ഇതിന്റെ രണ്ട് സൈഡിലും മറ്റേ VIPസും മറ്റേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇതും ഇതിന്റെ നടുക്കെ കൂടെയാണ് മറ്റേ ഇതെല്ലാം പോകുന്നത്. പരേഡ് നടക്കുന്ന സ്ഥലം. രണ്ട് സൈഡിൽ ഇതാ ഗാർഡൻ ഉണ്ട്. 26 ജനുവരിക്കുള്ള ഒരുക്കങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരെ കാണുന്നത് രാഷ്ട്രപതി ഭവൻ. ഇതാ രണ്ട് സൈഡിലും ഗാർഡൻ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഈ റോഡ് നേരെ പോകുന്നത് അവിടെയാണ് ഇന്ത്യ ഗേറ്റ് ഉള്ളത്. അപ്പോൾ റിപ്പബ്ലിക് ഡേക്ക് പരേഡൊക്കെ ഇതാ ഈ രാഷ്ട്രപതി ഭവൻ മുതൽ ഈ ഇന്ത്യ ഗേറ്റ് വരെയാണ് ഉണ്ടാവല്. ആൾക്കാരൊക്കെ അതിങ്ങനെ റെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഗാർഡൻ്റെ ഇടയിൽ. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതാ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നടന്നിട്ട് പകുതി ദൂരത്തെത്തിയിട്ടുണ്ടേ. ചെറുങ്ങനെ കാണുന്നില്ലേ ഇപ്പോൾ രാഷ്ട്രപതി ഭവൻ? കാണുന്നുണ്ടോ നിങ്ങൾക്ക് രാഷ്ട്രപതി ഭവനൊക്കെ? നമുക്ക് അടുത്തോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ രാഷ്ട്രപതി ഭവൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ കാണുന്നതാണ് നമ്മുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം കേട്ടോ. പഴയ പാർലമെൻറ്റ് മന്ദിരം. ഇതിൻ്റെ അവിടെ രാഷ്ട്രപതി ഭവനും കാര്യങ്ങളൊക്കെയാണ്. ഇതാ അങ്ങ് നേരെ കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ പാസ് വേണം. നോക്കാം നമുക്ക് പാസ് കിട്ടുമെന്ന്. പാസ് കിട്ടുമെങ്കിൽ നമുക്ക് പോയിട്ട് ഇതൊക്കെ നടത്തുന്ന കണ്ടിട്ട് വരാം കേട്ടോ. വാ വച്ചു, കണ്ടിട്ടുണ്ടോ നീ ഇതുവരെ? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നീ? ബുക്കിൽ വായിച്ചിട്ടുണ്ടോ? നേരിട്ട് കാണാനില്ല ഇതുണ്ടായില്ലേ അച്ചു? പഴയ പാർലമെൻറ്റ്. നമ്മുടെ 50 റുപ്പീസിൻ്റെ നോട്ടിലുണ്ടാവില്ലേ റൗണ്ടിലായിട്ടൊരു, അതാണ് പഴയ പാർലമെൻറ്റ് ബിൽഡിങ്. നമുക്ക് അങ്ങോട്ടും പോവാം. ഇവിടെ ഫുള്ള് സെക്യൂരിറ്റി ആവുക. നല്ല രസമല്ലേ? മരം മുറിച്ച് വെച്ചാണ്. ഇതുണ്ട് ഇവിടെ മിലിറ്ററിക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം മരം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. നോക്കറ ആ പോസ്റ്റിന്റെ മുകളിലെല്ലാം ഇരിക്കുന്നാട്ടാ ഈഗിള്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവർ പറഞ്ഞു വിടല്ലോ കേട്ടോ. രണ്ട് സൈഡിലും ഗാർഡനിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നില്ലേ, എല്ലാവരെയും അവരിങ്ങനെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു വിടുന്നുണ്ട്.
ഇതെല്ലാം ഇന്ത്യ ഗേറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് രസമാണെന്ന് നോക്കറ പാർക്കായിട്ട് ഇത്ര ആൾക്കാരാ വന്നിട്ടിരിക്കുന്നത്. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവേന്നേ. ഇതുപോലെ അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകേണ്ടത്. बीच में अरे दोनों आ जाएंगे दोनों अपने आप नहीं इधर ही गेट के उस साइड അപ്പം നമ്മളിതാ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് പേരെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ രാഷ്ട്രപതി ഭവനിൽ ചെറിയൊരു വീഡിയോ ആണിത്. നമുക്ക് കഴിയുന്ന രീതിയിൽ പരമാവധി വീഡിയോ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. പിന്നെ മൊബൈൽ ക്യാമറയ്ക്ക് ചില പരിമിതികളൊക്കെ ഇല്ലേ. പിന്നെ ഒന്നാമത് ഇവിടെ റിപ്പബ്ലിക് ഡേൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റാണ്. അധികം പെർമിഷനൊന്നുമില്ല. അപ്പം നമുക്ക് അടുത്ത കാഴ്ചയുമായി വീണ്ടും കാണാം.